Hi, welcome to Matcom. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. ബേസിക്കലി ഒന്നെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കാം, ഡിസോർഡ് ഓക്സിജൻ എന്താണെന്ന് ചോദിക്കാം, ഇതെങ്ങനെ കാൽക്കുലേറ്റ് എക്സ്പെരിമെന്റ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാവുന്ന പ്രോബ്ലമാണ്. ബേസിക്കലി ഇതെന്ന് പറയുന്നത് S2 കെമിസ്ട്രി അല്ലെ S1 S2 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്കകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റൻ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ ചോദ്യം ഇങ്ങനെയാണ്: The 10 ml of the water sample after reaction with fixed amount of acidified potassium dichromate consumes 15 ml 0.1 molar ferrous solution, 0.1 normal ferrous solution. For the blank titration of the ferrous solution consumed 25 ml. Find the COD of the water sample. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ വേറെ വീഡിയോ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കാം. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ഇൻറ്റു n into 8 divided by VE, n into 8 divided by VE into 1000. നമ്മൾ 1000 കൊണ്ട് എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാർട്സ് പെർ മില്ലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ ടേംസ് എന്താണെന്ന്. ബേസിക്കലി V1 എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ദി മോർ സോൾട്ട് യൂസ്ഡ് ബൈ ദ ബ്ലാങ്ക് സൊല്യൂഷൻ യൂസ് ചെയ്ത മോർ സോൾട്ടിന്റെ അളവിനെയാണ്, ടൈട്രേറ്റ് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്ത അളവിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നോക്കുവാണെങ്കിൽ എന്താണ്, ബ്ലാങ്ക് ടൈട്രേഷനിൽ ഫെറസ് സൊല്യൂഷൻ കൺസ്യൂംഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഫെറസ് സൊല്യൂഷൻ കൺസ്യൂം ചെയ്യുന്നത് 25 ml ആണ്. സോ V1 എന്ന് പറയുന്നത് 25. ദെൻ നമ്മൾ 100 ml വാട്ടർ സാമ്പിൾ ആണ് എടുത്തത്. ആ ഒരു കേസിനകത്ത് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കൺസ്യൂം ചെയ്തത്, കൺസ്യൂം ചെയ്ത് എത്രയാണ്, 15 ml ആണ്. അപ്പോൾ നമുക്ക് V2 എന്ന് പറയുന്നത് എത്രയാണ്, V2 എന്ന് പറയുന്നത് 15 ml ആണ്. ദെൻ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, ഫെറസ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 നോർമൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n ഈസ് ഈക്വൽ ടു 0.1 നോർമൽ. ക്ലിയർ? ദെൻ VE എന്ന് പറയുന്നത് എത്രത്തോളം എഫ്ലുവന്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എഫ്ലുവന്റിന്റെ അളവ് എത്രയാണ്, നമ്മൾ എടുത്തിരിക്കുന്നത് 100 ml വാട്ടർ സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get 25 minus 15 into എന്താണ് കോൺസെൻട്രേഷൻ 0.1 into 8 divided by വോളിയം ഓഫ് ദി എഫ്ലുവന്റ് എന്ന് പറയുന്നത് 100 into 1000. ഈ പൂജ്യം ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? 25 minus 15 എന്ന് പറയുമ്പോൾ 10 into 0.1 into 8 into 10 എന്ന് കിട്ടും. സോ 10 into 0.1 എന്ന് പറയുമ്പോൾ 10 into 0.1 എന്ന് 1, 10 into 8 എന്ന് പറയുമ്പോൾ 80. കറക്റ്റ്, 10 into 8 എന്ന് പറയുമ്പോൾ 80. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 80 ppm. സോ അങ്ങനെയാണെങ്കിൽ CODയുടെ അളവ്, ഇതിനകത്തുള്ള വാട്ടർ സാമ്പിളിലെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അളവ് എന്ന് പറയുന്നത് 80 ppm ആയിരിക്കും. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 100 ml sewage water diluted to 500 ml with dilution water. The initial dissolved oxygen was 7.5 ppm. The dissolved oxygen level after 5 days of incubation was 3.5 ppm. Find out the biological oxygen demand in the sewage. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കാം. നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ D1 മൈനസ് D2 into volume of the water sample after dilution, divided by volume of the sample before dilution. എന്താണ് D1 ഉം D2 എന്ന് പറയുന്നത്? D1 എന്ന് പറയുന്നത് ഡിസോൾഡ് ഓക്സിജൻ ഇൻ ദ സാമ്പിൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി എക്സ്പെരിമെന്റ്. നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് എന്തായിരുന്നു, അതാണ് D1 എന്ന് പറയുന്നത്. D2 എന്ന് പറയുന്നത് 5 days ഇൻക്യുബേഷന് ശേഷം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ D1 എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് 7.5 ppm ആണ്. ഫൈനൽ എന്ന് പറയുന്നത് D2 എന്ന് പറയുന്നത് 3.5 ppm ആണ്. വോളിയം ഓഫ് ദി സാമ്പിൾ ആഫ്റ്റർ ഡൈലൂഷൻ 100 ml ആയിരുന്നു, എത്രയുടെ ഡൈലൂട്ട് ചെയ്തു, 500 ആയി ഡൈലൂട്ട് ചെയ്തു. അപ്പൊ എന്താണ് ആഫ്റ്റർ ഡൈലൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 500 ml ആണ്. ബിഫോർ ഡൈലൂഷൻ നമ്മൾ വാട്ടർ സാമ്പിൾ എത്ര എടുത്തത്, 100 ml ആണ് എടുത്തത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എന്ത് കിട്ടും, 7.5 minus 3.5 into volume of the water sample after dilution 500 divided by 100.
0 0 ക്യാൻസൽ ആയിപ്പോയി. 7.5ൽ നിന്ന് 3.5 കുറച്ചാൽ 7.5ൽ നിന്ന് 3.5 കുറച്ചാൽ നമുക്ക് 4 കിട്ടും. 4 into 5 എന്ന് പറയുമ്പോൾ 20. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 20 ppm. 20 ppm ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും അതുപോലെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. ക്ലിയർ. അടുത്തത്, find the biological oxygen demand of the sample containing 60 milligram of carbohydrate per liter. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വേറെ വോളിയം ഇല്ല, ടൈട്രേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിന്റെ അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. കറക്റ്റ്. അപ്പൊ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഓക്സിഡേഷൻ സംഭവിച്ച CH2O കാർബോഹൈഡ്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിരിക്കും. അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെട്ടത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്തു. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ആണ് നോക്കാം. ഒരു കാർബൺ, ഹൈഡ്രജൻ എണ്ണം 2 ഓക്സിജൻ, 2 1 3 2 1 3. ഓക്കെ, ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 1 mole of CH2O റിയാക്ട് വിത്ത് 1 mole of oxygen. 1 mole of oxygen. ഇതിനെ നമ്മൾ വെയിറ്റിന്റെ ടേംസിൽ എഴുതിയാൽ എന്താ? കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12, ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1, ഓക്സിജൻ എന്ന് പറയുന്നത് 16. അപ്പൊ കൂട്ടിക്ക് 12 ഹൈഡ്രജൻ 12 × 14, 14 + 16 എന്ന് പറയും 30. അപ്പൊ 30 gram CH2O റിയാക്ട് വിത്ത് 30 gram CH2O റിയാക്ട് വിത്ത് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 വരും, 16 × 32 gram ഓഫ് ഓക്സിജൻ റിയാക്ട്സ് വിത്ത് 32 gram ഓഫ് ഓക്സിജൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്? 60 milligram ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 60 milligram കാർബോഹൈഡ്രേറ്റിനോട് റിയാക്ട് ചെയ്യാൻ എന്ത് വേണ്ടി വരും? 32 divided by 30 into 60. So 60 again 2, 32 into 2, that is equal to 64 milligram. അപ്പൊ എത്രയാണ് ഈ കാർബോഹൈഡ്രേറ്റിനോട് റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് 64 milligram. എങ്ങനെ കിട്ടി? 30 gram കാർബോഹൈഡ്രേറ്റിനോട് റിയാക്ട് ചെയ്യാൻ 32 gram ഓക്സിജൻ വേണം. അങ്ങനെയാണെങ്കിൽ 60 milligram കാർബോഹൈഡ്രേറ്റിനോട് റിയാക്ട് ചെയ്യാൻ 64 milligram ഓഫ് ഓക്സിജൻ ആവശ്യമാണ്. ക്ലിയർ? മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഫൈൻഡ് ദ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ വാട്ടർ സാമ്പിൾ കണ്ടെയ്നിങ് 75 milligram ഓഫ് കാർബോഹൈഡ്രേറ്റ് പെർ ലിറ്റർ. 75 milligram ഓഫ് കാർബോഹൈഡ്രേറ്റ് പെർ ലിറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക, ഉത്തരം കണ്ടുപിടിച്ച് ഉത്തരം കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കോ സ്പെസിഫിക് ക്വസ്റ്റ്യനോ ഡിസ്കസ് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.